മോഹൻ വർഗീസ്, ഇവിടെ പ്രധാനപ്പെട്ട കാര്യം കാസയുടെ പ്രതിനിധി പറഞ്ഞ കാര്യം, അത് അദ്ദേഹം ക്രൈസ്തവ സംഘടനകളുടെ പ്രതിനിധിയാണ്. കാസ അതിൻ്റെ പ്രതിനിധി പറയുന്നത് അവർക്ക് വിശ്വാസമാണ്, ക്രൈസ്തവ സമൂഹത്തിന് അല്ലെങ്കിൽ ആ സഭാ നേതൃത്വത്തിന് സമ്പൂർണ്ണമായി വിശ്വാസമാണ് ഈ സർക്കാർ പറയുന്ന കാര്യത്തിൽ, അവർ നൽകുന്ന ഉറപ്പിൽ ഒക്കെ അവർക്ക് വിശ്വാസമുണ്ട്. പക്ഷേ ചില ആശങ്കകളുമുണ്ട്. ഡോക്ടർ മോഹൻ വർഗീസ് പറഞ്ഞതുപോലെ ചില ആശങ്കകളുമുണ്ട്. അത് അവർ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. അവർക്ക് ഈ ഭരണ നേതൃത്വത്തിൻ്റെ കീഴിൽ അവർ സുരക്ഷിതരാണ് എന്ന ബോധം അവരുടെ ഉള്ളിലുണ്ട്. അത് തന്നെയല്ലേ ഇന്നലെ പ്രകടമായത് ഡോക്ടർ മോഹൻ വർഗീസ്? ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് കേരളത്തിലെ അല്ലെങ്കിൽ ഭാരതത്തിലെ ക്രൈസ്തവ വിഭാഗത്തിൻ്റെ വൈവിധ്യങ്ങൾ. അത് ഒരുപാട് വിഭാഗങ്ങളുണ്ട്. കത്തോലിക്ക വിഭാഗമുണ്ട്, പ്രോട്ടസ്റ്റൻ്റ് വിഭാഗങ്ങളുണ്ട്, അതുപോലെ മലങ്കര വിഭാഗങ്ങളുണ്ട്, അതുമല്ലാത്ത ഇൻഡിപെൻഡൻറ്റ് ചർച്ചസ് ഉണ്ട്, പാറ ചർച്ചസ് ഉണ്ട്. ഇതെല്ലാം തന്നെ ഒരു ഏകശിലാത്മക രൂപത്തിൽ കാര്യങ്ങളോട് പ്രതികരിക്കണമെന്ന് പറഞ്ഞാൽ നടക്കില്ല. അത് നടക്കില്ല, ഒരിക്കലും നടക്കില്ല. അവാന്തര വിഭാഗങ്ങൾ അവരുടേതായ പ്രതികരണ ഘടനകൾ രൂപപ്പെടുത്തും. ഒരു വിഭാഗത്തിലെ തന്നെ കത്തോലിക്ക സഭയിലെ തന്നെ ഒരുപക്ഷെ എല്ലാവരും ഒരേ കാര്യം അംഗീകരിച്ചു കൊള്ളണമെന്നില്ല. ആ വൈവിധ്യങ്ങൾ നിലനിർത്താനുള്ള അവകാശവും അവസരവും എല്ലാം തന്നെ ക്രൈസ്തവ വിഭാഗങ്ങൾക്കുള്ളിലുണ്ട്. എന്നാൽ ഔപചാരികമായ ഒരു സമിതിയാണ് കത്തോലിക്ക ബിഷപ്സ് കോൺഫറൻസ്, കാത്തലിക് ബിഷപ്സ് കോൺഫറൻസ് ഓഫ് ഇന്ത്യ എന്നത്. ഔപചാരികമായ ഈ കത്തോലിക്ക സഭകളുടെ മൊത്തത്തിലുള്ള ഒരു മെത്രാൻ സമിതിയാണ് അഖിലേന്ത്യാ തലത്തിൽ. ആ ഒരു സമിതി തീരുമാനിക്കുന്നു ഇപ്രാവശ്യത്തെ ക്രിസ്തുമസ് ആഘോഷത്തിൻ്റെ മുഖ്യ അതിഥി ഭാരതത്തിന് പ്രധാനമന്ത്രി ആയിരിക്കണം എന്ന് പറയുമ്പോൾ അതിൽ തെറ്റ് കാണാനാവില്ല. പ്രധാനമന്ത്രി എന്താണോ ഇതുപോലെയൊരു ആഘോഷ സമയത്ത്, ഉത്സവവേളയിൽ, ക്രിസ്തുമസ് ആഘോഷ സമയത്ത് സംസാരിക്കേണ്ടത് അത് സംസാരിച്ചു. അപ്പോൾ ക്രിസ്തു നൽകിയ സന്ദേശത്തെ ഒരിക്കൽ കൂടി ഓർമ്മിച്ചുകൊണ്ട്, അതിൻ്റെ കാലിക പ്രസക്തി കൂടി ഓർപ്പിച്ചുകൊണ്ട് സമാധാനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിച്ചു. അവിടെ അതിനെ വേറിട്ട് കാണണം. അതിനെ മറ്റ് വിഷയങ്ങൾ ഇവിടെ ഉണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചുവല്ലോ, ഇവിടെ അടിസ്ഥാനപരമായി വിഷയങ്ങളുണ്ട്. ക്രൈസ്തവ സഭയ്ക്ക് ആശങ്കയുണ്ടാക്കുന്ന വിഷയങ്ങളുണ്ട്. മിഷണറിമാരെ അറ്റാക്ക് ചെയ്ത സംഭവങ്ങളുണ്ട്. അതിലൊരു പക്ഷേ ചില തീവ്ര വികാരമുള്ള ചില ആളുകൾ ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ടാവാം. മണിപ്പൂരിലെ വിഷയത്തിന് ഒരു വംശീയ പ്രതിച്ഛായയുണ്ട്. അതുപോലെ തന്നെ മതപരമായ ഒരു പരിപ്രേക്ഷ്യവും പലരും അതിൽ ചാർത്തി കൊടുക്കുന്നുണ്ട്. ബേസിക്കലി അതൊരു എത്നിക് കോൺഫ്ലിക്റ്റ് ആണ്. കുക്കീസും മെയ്തീസും തമ്മിലുള്ള ഒരു ട്രൈബൽ അല്ലെങ്കിൽ എത്നിക് ഒരു വാർഫെയറാണ് അത്. പക്ഷേ ഈ രണ്ട് വിഭാഗങ്ങളും വ്യത്യസ്ത മതങ്ങളിൽ പെടുന്നവരായതുകൊണ്ട് പരസ്പരം ആരാധനാലയങ്ങൾ ആക്രമിച്ചു എന്ന ഒരു പരിപ്രേക്ഷ്യം അവിടെ ഉണ്ട്. അത് തീർച്ചയായും ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ചുമതലയാണ്, പ്രധാനമന്ത്രിയുടെ കൂടെ ചുമതലയാണ് ആ വിഷയം അഡ്രസ്സ് ചെയ്യുക എന്നത്. അഡ്രസ്സ് ചെയ്യുക എന്ന് പറയുന്നത് ബലപ്രയോഗം മാത്രം നടത്തുക എന്നതല്ല, അതൊരു സമവായത്തിൻ്റെ രീതിയിലേക്ക് വരേണ്ടതുണ്ട്. അപ്പോൾ ഇതെല്ലാം പ്രകടിപ്പിക്കാനായി ഇവിടെ ഔപചാരികമായ വേദികളുണ്ട്. രാഷ്ട്രീയ കക്ഷികളോ പ്രതിനിധികളോ പാർലമെൻറ്റിൽ അത് സൂചിപ്പിക്കും. പാർലമെൻറ്റിൽ അതേക്കുറിച്ച് പാർലമെൻറ്റ് നിർത്തിവെച്ചുകൊണ്ട് തന്നെ കഴിഞ്ഞ ലോക്സഭയുടെ സമയത്ത്, അവിശ്വാസ പ്രമേയ സമയത്ത് മണിപ്പൂർ വിഷയം ഉൾപ്പെടെ ചർച്ചയായതുമാണ്. അതുമാത്രമല്ല, ഇത് മാധ്യമങ്ങളിലൂടെ സംസാരിക്കാനും രണ്ട് വശത്തേക്ക് ഭരണകർത്താക്കളോടും തിരിച്ചും സംസാരിക്കാനുള്ള അവസരവും അവകാശവുമുണ്ട്. ഇതെല്ലാം നിലനിൽക്കെ തന്നെ ഒറ്റപ്പെട്ട സംഭവങ്ങൾ, ഇത് കേവലം ഒറ്റപ്പെട്ട സംഭവങ്ങൾ അല്ല എന്നാണ് ഇവിടുത്തെ ആരോപണം. അതായത് രണ്ട് സ്ഥലത്ത് നടന്ന സംഭവങ്ങളാണ് ഇവിടെ ഈ ചർച്ചയുടെ പ്രധാന കാരണം എന്ന് പറയുന്നത്. രണ്ട് സ്ഥലത്ത്, കേരളത്തിലെ പാലക്കാട് ജില്ലയിലെ രണ്ട് സ്ഥലങ്ങളിൽ, ഒന്ന് നല്ലേപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ക്രിസ്മസ് കാരോൾ സംഘത്തെ ആക്രമിച്ചു ഒരു വിഭാഗം. സാമൂഹ്യ വിരുദ്ധരെന്ന് ഞാൻ വിളിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വിഭാഗം ആക്രമിച്ചു. അതുപോലെ തത്തമംഗലത്ത് സ്കൂളിന്, രണ്ടും സ്കൂളുമായി ബന്ധപ്പെട്ടതാണ്. ഈ സ്കൂളിലെ ക്രിസ്മസ് ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് വലിയ ആക്രമണം പോലെ ഉണ്ടായി. അപ്പോൾ ഇത് തീർച്ചയായും ഒന്ന് ഗവൺമെൻറ് സ്കൂളാണ്. അപ്പോൾ ഇത് ആക്രമണം ഉണ്ടാകുമ്പോൾ ഈ എല്ലാ കാര്യങ്ങളും പൂർണ്ണമായും ഒരു നിയമവ്യവസ്ഥയുടെ കീഴിൽ നടക്കില്ല. എപ്പോഴും ഒരു മതവിഭാഗത്തിനുള്ളിൽ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ കക്ഷിക്കുള്ളിൽ അല്ലെങ്കിൽ ഒരു സാമുദായിക സംഘടനയ്ക്കുള്ളിൽ തീവ്ര വികാരങ്ങളായ റാഡിക്കലുകൾ ഉണ്ടാകും. അവരെ നിലക്ക് നിർത്തേണ്ടത് രാഷ്ട്രീയ കക്ഷികളുടെ ധർമ്മമാണ്. അപ്പം BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ അവരെ തള്ളിപ്പറഞ്ഞു. ഒരുപക്ഷെ അവർ BJP പ്രവർത്തകരോ സംഘപരിവാറുമായി ബന്ധപ്പെട്ട ബജറാംഗ് ദളിൻ്റെയോ അല്ലെങ്കിൽ അതുപോലെയുള്ള ഗ്രൂപ്പുകളുടെ പ്രവർത്തകരോ ആയിരിക്കാം, അല്ലെങ്കിൽ മുൻകാല പ്രവർത്തകരായിരിക്കാം. ആ പ്രവർത്തകർ അതിന് ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരെ സംരക്ഷിക്കില്ല. അപ്പോൾ തീർച്ചയായും മാതൃകാപരമായ ഒരു പ്രസ്താവന നടത്തുമ്പോൾ അത് മുഖവിലേക്ക് എടുക്കാനുള്ളൊരു ചുമതല നമുക്കുണ്ട്. അല്ല, അതിനെ ന്യായീകരിച്ചില്ല. BJPയുടെ സംസ്ഥാന നേതൃത്വം ആ സംഭവങ്ങളെ, ഈ ഹോളിഗനിസത്തെ, അവിടെ ക്രൈസ്തവ ഒരു ക്രിസ്മസ് ആഘോഷത്തെ കലക്കാൻ ശ്രമിച്ചതിനെ സ്വാഗതം ചെയ്തില്ല. അതിനെ
ശക്തമായി അപലപിക്കുന്ന നിലപാടാണ്. അത് മുഖവിലേക്ക് എടുക്കേണ്ടതാണ്. അത് മുഖവിലേക്ക് എടുത്തുകൊണ്ട് പ്രധാനമന്ത്രിയുടെ സന്ദർശനം, പ്രധാനമന്ത്രിയുടെ അത് ഇൻവിറ്റേഷൻ അനുസരിച്ചാണെന്ന് ഓർക്കണം. പ്രധാനമന്ത്രി വളരെ ഇൻഫോർമലായി അവിടെ കയറി ചെന്നതല്ല. പ്രധാനമന്ത്രിയെ ഈ ബിഷപ്സ് കാത്തലിക് ബിഷപ്പ് കോൺഫറൻസിൻ്റെ ആളുകൾ ഔപചാരികമായി ക്ഷണിച്ചു. അദ്ദേഹം ക്ഷണം സ്വീകരിച്ചു, വന്നു, പങ്കെടുത്തു. 1.5 മണിക്കൂർ ആ സദസ്സ് പൂർണ്ണമായും പ്രധാനമന്ത്രിയെ കേട്ടിരുന്നു. 15 മിനിറ്റ് സംസാരം, 1.5 മണിക്കൂർ അദ്ദേഹത്തിന് ശാരീരിക സാന്നിധ്യമുണ്ടായി. ആഹാരം കഴിക്കുന്നതിന് തൊട്ട് മുമ്പുള്ള സമയത്ത് അദ്ദേഹത്തിന് പുറത്തോട്ട് പോകേണ്ടി വന്നു. അപ്പം അവിടെ പൂർണ്ണമായി പങ്കെടുക്കുമ്പോൾ ലഭിക്കുന്ന ഒരു സുരക്ഷാ ഫീലുണ്ട്. ക്രൈസ്തവ സഭയെ അത് മാറി നിൽക്കുകയല്ല. നിങ്ങളുടെ ക്ഷണം ഞാൻ സ്വീകരിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട്, നിങ്ങളുമായി യാതൊരു ബന്ധവുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രധാനമന്ത്രി മാറി നിന്നിരുന്നുവെങ്കിൽ പറയുന്നത് മറ്റൊന്നാകുമായിരുന്നു. അതല്ല, ഒരു ക്ഷണം ലഭിച്ചപ്പോൾ അത് പ്രോ ആക്റ്റീവായിട്ട് തന്നെ അതിനെ കണ്ടു. അവിടെ പ്രധാനമന്ത്രിയുടെ മുമ്പിൽ വെച്ച് തന്നെ ആൻഡ്രൂസ് താഴത്തിന് പറയാനുള്ളത് പറഞ്ഞു വെച്ചു. അത് പറഞ്ഞതിന് ഔചിത്യം അനൗചിത്യം ഒന്നും ഞാനിപ്പോൾ ചർച്ചയാക്കുന്നില്ല. പക്ഷേ പറയാനുള്ള ആശങ്കകൾ വളരെ മിതമായ വാക്കുകളിൽ പക്ഷേ ശക്തമായി തന്നെ അദ്ദേഹം പറഞ്ഞു. ആ പറഞ്ഞ കാര്യം അദ്ദേഹത്തിന് പത്രസമ്മേളനത്തിൽ ഇന്ന് വിശദീകരിക്കേണ്ടിയും വന്നു. അത് ചെയ്തു. അല്ലെ, ആ വിശദീകരിക്കേണ്ട ഗതികേട് വന്നു എന്ന് ഞാൻ പറയാം. അത് കാരണം അദ്ദേഹത്തെ സമ്മർദ്ദപ്പെടുത്തുകയാണ്. ആ സഭയുടെ തീരുമാനമാണ് പ്രധാനമന്ത്രിയെ വിളിക്കുക, ബിഷപ്പുമാരുടെ തീരുമാനമാണ്, വിളിച്ചു. അതിന് ഒരുപാട് പേർക്ക് മറുപടി പറയേണ്ടി വരുന്നത് ഒരു തരത്തിൽ പറഞ്ഞാൽ ഗതികേട് തന്നെയാണ്. അത് അദ്ദേഹം ചെയ്തു. അവിടെ ആശങ്കകൾ പൂർണ്ണമായി മാറേണ്ടതാണ്. ഇവിടെ നമ്മൾ വിമർശിക്കുന്നവരും അനുകൂലിക്കുന്നവരും എല്ലാം ഓർത്തിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. ദിസ് ഈസ് ക്രിസ്മസ് ടൈം. ഈ സമയത്തെ അല്ലറ ചില്ലറ കാര്യങ്ങൾ, നമുക്ക് മറ്റ് വൈരാഗ്യങ്ങളോ വാശിയോ തർക്കങ്ങളോ പീഡനങ്ങളോ മറ്റ് കഥകളോ എടുത്തിട്ട് അലക്കാം. അതിന് സമയമുണ്ട്, അതിന് വ്യവസ്ഥകളുണ്ട്. പക്ഷേ ക്രിസ്തുമസ് എന്ന് പറയുന്നത് മാനവരാശിയുടെ അടിസ്ഥാന വർഗത്തിൻ്റെ മോചനവും എല്ലാ സമസ്ത വിഭാഗങ്ങളുടെ, അത് യഹൂദൻ്റെ മാത്രമല്ല സകല ജനങ്ങൾക്കും അനുഭവവിദ്യമായ ദൈവസ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഒരു ആഘോഷം എന്ന നിലയിലാണ് തിരുപ്പിറവിയെ നമ്മൾ കാണുന്നത്. ആ സമയത്ത് വിവാദങ്ങൾ കുത്തിപ്പൊക്കി മനഃപൂർവ്വമായി ആ വിവാദങ്ങളിലൂടെ ക്രിസ്തുമസിൻ്റെ ആഘോഷത്തെ പങ്കിലമാക്കാൻ ആര് ശ്രമിച്ചാലും അത് തെറ്റാണ്. നിയമത്തിൻ്റെ വഴിക്ക് പോകട്ടെ. അതാണ് പറയുന്നത്, നിയമത്തിൻ്റെ വഴിക്ക് പോകുമ്പോൾ ആശങ്കകളെല്ലാം തന്നെ അടങ്ങും. ഇവിടെ രാഷ്ട്രീയ മുതലെടുപ്പിനായി മതപരമായ ആചാരങ്ങളെയോ അനുഷ്ഠാനങ്ങളെയോ ഉത്സവങ്ങളെയോ ക്രിസ്തുമസ് പോലെയുള്ള ആഘോഷങ്ങളെയോ ഉപയോഗിക്കുന്നത് തീർച്ചയായും അനഭിലഷണീയമായ കാര്യമാണ്. ഇവിടെ ഏത് രാഷ്ട്രീയ കക്ഷിക്കും, ഞാൻ പറഞ്ഞല്ലോ, ഏത് രാഷ്ട്രീയ കക്ഷിക്കും, ഏത് നേതാവിനും, ഏത് ഭരണകർത്താവിനും തീർച്ചയായും മത സംഘടനകളുടെ, മതവിഭാഗങ്ങളുടെ അല്ലെങ്കിൽ ബിഷപ്പുമാരെ അവരെ ക്ഷണം സ്വീകരിച്ച് അവിടെ കടന്നു ചെല്ലാനുള്ള അവകാശമുണ്ട്. ക്ഷണമില്ലെങ്കിൽ പോലും അവിടെ ചെന്ന് അവരെ സന്ദർശിക്കുന്നതിൽ യാതൊരു കുഴപ്പമില്ല. ഇന്ത്യയുടെ മതേതരത്വം എന്ന് പറയുന്നത് മതങ്ങളെ ഒഴിവാക്കി നിർത്തിക്കൊണ്ടുള്ള മതേതരത്വമല്ല. മതനിരപേക്ഷതയുടെ ഉദാത്ത മാതൃക ഭാരതത്തിൻ്റെ ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്നത്, എല്ലാ കോടതി വിധികളിലും വിവക്ഷകളിലും എല്ലാം കാണുന്നത് മതങ്ങളെ എല്ലാം ചേർത്ത് പിടിച്ചുകൊണ്ട്. ഔദ്യോഗികമായി നമുക്കൊരു മതമില്ല എങ്കിലും എല്ലാ മതങ്ങളുടെയും സാരാംശം ഉൾക്കൊള്ളുകയും ജീവിതത്തിൽ മതത്തിൻ്റെ മൂല്യങ്ങൾ പ്രവർത്തിക്കുന്നതിന് മനുഷ്യരെ അനുവദിക്കുകയും ചെയ്യുന്നു. ഒരു മതപരമായ രീതിയിൽ ഒരു വിവേചനവും, തൊഴിലിൻ്റെ കാര്യത്തിലാകട്ടെ മറ്റു കാര്യങ്ങളിൽ മതം ഉപയോഗിച്ച് വിവേചനം പാടില്ല എന്ന് പറയുമ്പോൾ ആ സെക്യുലറിസത്തിൻ്റെ സ്പിരിറ്റിൽ എന്താണ്? അവിടെ ന്യൂനപക്ഷങ്ങൾ സംരക്ഷിതരാണ്. സംരക്ഷിക്കേണ്ട ചുമതല ഭരണഘടനാപരമായ സ്ഥാപനങ്ങൾക്കാണ്. പ്രധാനമന്ത്രി ഉൾപ്പെടെ, പ്രസിഡന്റ് ഉൾപ്പെടെ, കോടതി ഉൾപ്പെടെ ഭരണഘടനാപരമായ സ്ഥാപനങ്ങൾ ഉണർന്ന് പ്രവർത്തിക്കണം. അത് പ്രവർത്തിച്ചില്ലെങ്കിൽ ആ ഭരണഘടനാ സ്ഥാപനങ്ങളുടെ പ്രവർത്തനം ക്രമീകരിക്കാനായി അതിശക്തമായ പോരാട്ടങ്ങൾ നടത്തിയ ഒരു ചരിത്രമുണ്ട്. ഇപ്പോഴും പല പോരാട്ടങ്ങളും നടക്കുന്നു. അതെല്ലാം ഉണ്ട്. അവിടെയാണ് ഒരു പ്രധാനമന്ത്രി ക്രൈസ്തവ സഭയുടെ, അല്ലെങ്കിൽ ഇസ്ലാം ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ വേറെ ബുദ്ധമതത്തിൻ്റെ ആയിക്കൊള്ളട്ടെ, ഒരു സമ്മേളനത്തിൽ വരുമ്പോൾ അത് ചെകഞ്ഞു പിടിച്ച് അവിടെ ഒരു പ്രശ്നമുണ്ട്. അദ്ദേഹം ഇവിടെ ഇങ്ങനെ പ്രശ്നങ്ങൾ നടക്കുമ്പോൾ തത്തമംഗലത്തും നല്ലേപ്പള്ളിയിലും തത്തമംഗലത്തും ഇത്രയും പ്രശ്നങ്ങൾ നടത്തുമ്പോൾ പ്രധാനമന്ത്രി അവിടെ എങ്ങനെ വരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അങ്ങനെ പറഞ്ഞാൽ ഒരു പ്രശ്നവും തീരില്ല. ഇവിടെ ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. ഇവിടെ പ്രധാനമായും ആരോപണം വരുന്ന ക്രൈസ്തവ സഭാ മേലധ്യക്ഷന്മാർക്കെതിരെ ഉണ്ടാകുന്ന പൊതുസമൂഹത്തിൻ്റെ ചില ഭാഗങ്ങളിലെങ്കിലും വിമർശകരുടെ ഭാഗത്തുണ്ടാകുന്ന ഒരു ആരോപണം എന്ന് പറയുന്നത് FCRA കുറിച്ചാണ്. അതായത് വിദേശ ഫണ്ടുകൾ ഇവിടെ വരികയും ആ ഫണ്ടുകൾ സുതാര്യമായി വരുന്നു എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യാനുള്ള ഘടനാപരമായ സംവിധാനങ്ങളുണ്ട്. ഈ ഫണ്ടുകൾ മതപരിവർത്തനത്തിന് വേണ്ടി ഉപയോഗിക്കപ്പെടുന്നില്ല, അല്ലെങ്കിൽ നിർബന്ധിത മതപരിവർത്തനത്തിന് വേണ്ടി ഉപയോഗിക്കപ്പെടുന്നില്ല എന്നതാണ്. ഇവിടെ മതം പ്രചരിപ്പിക്കാനും ആഘോഷിക്കാനും വിശ്വസിക്കാനും വിശ്വസിക്കാതിരിക്കാനും
മതപരിവർത്തനം നടത്താനും ഘടനാപരമായ രീതിയിൽ വളരെ ചെയ്യാനുള്ള പ്രധാനപ്പെട്ട അവകാശം പോയിന്റാണ് നമ്മുടെ ഭരണഘടന നൽകുന്നുണ്ട്. ഡോക്ടർ. നിർബന്ധിതമായ ഫോഴ്സ്ഫുള്ളായ അതെ, ഡോക്ടർ മോഹൻ വർഗീസ് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പറയുന്നത്. മതം പ്രചരിപ്പിക്കാനും അല്ലെങ്കിൽ മതപരമായ ആശയങ്ങൾ അതൊക്കെ ജനങ്ങളിലേക്ക് എത്തിക്കാനും അതിൻ്റെ ആഘോഷങ്ങൾ നടത്താനും ഒക്കെ എല്ലാവർക്കും അവകാശമുണ്ട്. പക്ഷേ നിർബന്ധിത മതപരിവർത്തനം, അവിടെയാണ് ഈ സംഘർഷത്തിൻ്റെ സാധ്യതകൾ ഉടലെടുക്കുന്നത്.